നമസ്കാരം. ശിവക്ഷേത്രങ്ങളിൽ ശ്രീപരമേശ്വരന്റെ ഇരുന്ന രൂപമോ നിന്ന തിരുക്കോലമോ ലിംഗവടിവോ ഭക്തർ ദർശിച്ചിരിക്കും. എന്നാൽ ശ്രീമൻ മഹാവിഷ്ണുവിന്റെ അനന്തശയനം പോലെ മനുഷ്യരൂപത്തിൽ ശിവഭഗവാൻ പാർവതീദേവിയുടെ മടിയിൽ ശയിക്കുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രവും പ്രദോഷ വഴിപാട് തുടങ്ങിയ ആദ്യത്തെ ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം സർവമംഗള സമേത ശ്രീ പള്ളികൊണ്ടീശ്വര സ്വാമി തിരുക്കോവിൽ പ്രദോഷ ക്ഷേത്രം. ഈ ക്ഷേത്രം ആന്ധ്രാപ്രദേശിൽ ചിത്തൂർ ജില്ലയിൽ തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങൾ അതിരു പങ്കിടുന്നിടത്തായി സുരുട്ടപ്പള്ളി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ വാത്മീകീശ്വരർ എന്ന നാമത്തിൽ കുടികൊള്ളുന്നുണ്ടെങ്കിലും പള്ളികൊണ്ടീശ്വരർ തിരുക്കോവിൽ എന്ന നാമത്തിലാണ് ക്ഷേത്രം പ്രസിദ്ധിയാർജിക്കുന്നത്. ദേവി ശ്രീ പാർവതി, സർവമംഗളാംബികെ തായാർ, മരകതാംബികെ അമ്മൻ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ശ്രീ പള്ളികൊണ്ടീശ്വര സ്വാമി ദേവസ്ഥാനത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകൾ ഈ സുരുട്ടപ്പള്ളി പള്ളികൊണ്ടീശ്വര ക്ഷേത്രത്തിനുണ്ട്. മറ്റെങ്ങുമില്ലാത്ത വിധം പാർവതീദേവിയുടെ മടിയിൽ മനുഷ്യരൂപത്തോടെ ശിവഭഗവാൻ ശാന്തമായി തലവെച്ച് കിടക്കുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമാണിത്. പരന്താമനെ പോലെ പരമേശ്വരൻ പള്ളി കൊണ്ട ഒരേ സ്ഥലം. ഇവിടെയാണ് ആദ്യമായി പ്രദോഷ വഴിപാട് നടന്നത്. പിന്നീടാണ് മറ്റു ക്ഷേത്രങ്ങളിൽ അത് തുടർന്നത് എന്നാണ് പറയുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് നൽകാറുള്ള പ്രസാദമായ ഭസ്മത്തിന് പകരം വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ പോലെ തീർത്ഥം കൊടുത്ത് ശിരസിൽ ജഡാരിയും വയ്ക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ള മിക്കവാറും പ്രതിഷ്ഠകൾ കുടുംബസമേതരായി ദർശനം തരുന്നു. പ്രത്യേകിച്ചും ഭഗവാൻ ദക്ഷിണാമൂർത്തി ഭാര്യ താരയോടൊപ്പം ദർശനം തരുന്നത് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത സവിശേഷതയാണ്. ദേവന്മാർ വസിക്കുന്ന ഗ്രാമം എന്നർത്ഥത്തിലും ഹാലഹാല വിഷമുണ്ട ഭഗവാൻ ക്ഷീണിച്ച് ചുരുണ്ടു മയങ്ങി ശയിക്കുന്നതിനാലും സുരുട്ടപ്പള്ളി എന്ന സ്ഥലനാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈ ക്ഷേത്രത്തിനടുത്തുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നു. ബ്രഹ്മദേവൻ ഇവിടെ ശിവഭഗവാനെ തപസ് ചെയ്തും പല യജ്ഞങ്ങൾ നടത്തിയും അനവധി സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കി. ശിവഭഗവാൻ ആരണി നദിയുടെ ചുറ്റുവട്ടങ്ങളിലായി 5 ബ്രഹ്മാവിന് ദർശനം കൊടുത്ത സ്ഥലങ്ങളാണ് പഞ്ചശിവസ്ഥലങ്ങൾ അഥവാ പഞ്ചബ്രഹ്മസ്ഥലങ്ങൾ. അവയാണ് സുരുട്ടപ്പള്ളി, രാമഗിരി, പെരിയപാളയം, അരിയത്തുറ, ആരണി. ശ്രീ പരമേശ്വരന്റെ 5 മുഖങ്ങളിൽ ശ്രീ പള്ളികൊണ്ടീശ്വരർ തിരുക്കോവിൽ തത്പുരുഷം എന്ന മുഖത്തെ സൂചിപ്പിക്കുന്നു. മറ്റു മുഖങ്ങളും ക്ഷേത്രങ്ങളും: വാമദേവം, ആരണി, സമ്പങ്ങി, പിച്ചാലീശ്വരർ തിരുക്കോവിൽ; ഈശാനം, രാമഗിരി, ശ്രീവാലീശ്വരർ തിരുക്കോവിൽ; സത്യോജാതം, അരിയത്തുറ, ശ്രീ വരമൂർത്തീശ്വരർ തിരുക്കോവിൽ; അഘോരം, കരുങ്ങാലി, ശ്രീ ചിന്താമണീശ്വരർ തിരുക്കോവിൽ. ആരണി നദി കടലിൽ ചേരുന്ന ഇടമാണ് കരുങ്ങാലി. അടുത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളാണ് വേദനാരായണ പെരുമാൾ കോവിൽ, നാഗലാപുരം; വാലീശ്വരർ കോവിൽ, കാലഭൈരവർ കോവിൽ, രാമഗിരി; കല്യാണ വെങ്കടേശ്വരർ കോവിൽ, നാരായണവനം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ദുർവാസാവ് മഹർഷി സമ്മാനിച്ച പൂമാല ഐരാവതത്തിന്റെ ശിരസിൽ ദേവേന്ദ്രൻ അണിയിച്ചപ്പോൾ ദിവ്യമായ സുഗന്ധത്തെ പിന്തുടർന്നു വന്ന വണ്ടുകളുടെ ഉപദ്രവം മൂലം ആനയത് നിലത്തിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട ദുർവാസാവ് മഹർഷി കലിതുള്ളി ഇന്ദ്രനെ ശപിച്ചു. ശാപമേറ്റ ഇന്ദ്രന് ഇന്ദ്രലോകവും പദവിയും നഷ്ടമായി. ദേവന്മാരെ ജരാനരകൾ ബാധിച്ചു. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭക്ഷിച്ചാൽ പരിഹാരമാകും എന്ന് ദേവഗുരു ബൃഹസ്പതി ഉപദേശിച്ചു. ദേവന്മാരാൽ മാത്രം പാലാഴി മദനം സാധ്യമല്ലാത്തതിനാൽ അവർ അസുരന്മാരെയും കൂട്ടുവിളിച്ചു. മന്ദരപർവ്വതത്തെ മത്താക്കിയും വാസുകിനാഗത്തെ കയറാക്കിയും അവർ പാലാഴി മദനം ആരംഭിച്ചപ്പോൾ ശ്രീമൻ നാരായണൻ കൂർമാവതാരമെടുത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. അന്നൊരു ഏകാദശി ദിവസമായിരുന്നു. വളരെ കാലം നീണ്ടുനിന്ന പാലാഴി മദനത്തിൽ വാസുകിനാഗം ഹാലഹാല വിഷം ഛർദ്ദിച്ചു. ആ വിഷത്തിനാൽ സർവ്വലോകങ്ങളും നശിക്കുമെന്ന് ഭയന്ന് ദേവന്മാരും അസുരന്മാരും ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു. ശിവഭഗവാൻ നന്ദിയോട് ആ വിഷം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. നന്ദി അതിനടുത്ത് ചെന്നതും വിഷം നീലനിറം മാറി വെണ്ണിറമായി. നന്ദി ഭഗവാൻ കാളകൂട വിഷത്തെ ഒരു ഞാവൽപ്പഴം പോലെ ഉരുട്ടിയെടുത്ത് ശ്രീ പരമേശ്വരന് കൊടുത്തു. ശിവഭഗവാന്റെ അംശവും നിഴലുമായ പൂർവ്വജന്മത്തിൽ കൈലാസത്തിലുണ്ടായിരുന്ന സുന്ദരമൂർത്തി നായനാരാണ് കാളകൂട വിഷം ഞാവൽപ്പഴം പോലെ ഉരുട്ടിയെടുത്ത് ശിവഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തത് എന്നും ഐതിഹ്യമുണ്ട്. ദേവന്മാരുടെ രക്ഷയ്ക്കായി ഭഗവാൻ ആ വിഷം ഭക്ഷിച്ചു. ഭഗവാന്റെ ഉള്ളിൽ സകല ചരാചരങ്ങളും അടങ്ങിയിട്ടുള്ളതിനാൽ ജീവരാശികളെല്ലാം നശിക്കുമെന്നോർത്ത് പാർവതി മാതാവ് തന്റെ തളിർ കരങ്ങളാൽ ഭഗവാന്റെ കഴുത്ത് തലോടിയതും വിഷം കഴുത്തിൽ ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായി. വിഷത്തെ തടുത്ത് അമൃത് ലഭിക്കാൻ സഹായിച്ചതിനാൽ ദേവി അമൃതാംബികയായി എന്നാണ് പുരാണങ്ങൾ. പിന്നീട് പാർവതി ദേവിയുമൊത്ത് കൈലാസത്തിലേക്ക് പോകുമ്പോൾ ക്ഷീണിതനായ ഭഗവാൻ അല്പം വിശ്രമിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് സുരുട്ടപ്പള്ളി എന്ന പ്രദേശം. പുങ്കമരങ്ങളും പൂച്ചെടികളും നിറഞ്ഞ നിശബ്ദമായ ഈ പ്രദേശത്ത് ദേവി സർവമംഗളാംബികയുടെ മടിയിൽ ഭഗവാൻ വിശ്രമിച്ചു. സ്വാമി പള്ളി കൊണ്ടിരിക്കുന്നതിനാൽ ഭഗവാന് പള്ളികൊണ്ടീശ്വരർ എന്ന നാമം ലഭിച്ചു. ഇതേപ്പറ്റി ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പരാമർശങ്ങളുണ്ട്. ഭഗവാൻ പിന്നീട് കണ്ണു തുറന്നപ്പോൾ ചുറ്റും പ്രാർത്ഥനയോടെ നിന്ന ദേവന്മാരുടെ മുഖത്ത് സന്തോഷവും ആശ്വാസവും നിറഞ്ഞു.
ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കെ ഭഗവാൻ നന്ദിയുടെ ഇരു കൊമ്പുകൾക്കുമിടയിൽ നിന്ന് ആനന്ദ നടനമാടിയ നേരമാണ് പ്രദോഷം എന്നാണ് ഐതിഹ്യം. ശിവഭഗവാൻ ഹാലഹാല വിഷം ഭക്ഷിച്ചത് ഒരു ത്രയോദശി തിഥിയും ശനിയാഴ്ചയും ചേർന്ന ദിവസമായതിനാൽ മഹാശനി പ്രദോഷം എന്ന് പറയുന്നു. മാസം തോറും വരുന്ന കൃഷ്ണപക്ഷ ത്രയോദശിക്കും ശുക്ലപക്ഷ ത്രയോദശിക്കും വൈകുന്നേരം 4:30 മണി മുതൽ 6 മണി വരെയാണ് പ്രദോഷകാലം. ആരൊരാൾ പ്രദോഷ നേരങ്ങളിൽ ശിവക്ഷേത്രം സന്ദർശിച്ച് ശിവഭഗവാനെയും നന്ദിയെയും പ്രാർത്ഥിച്ച് വ്രതം ഇരുന്നാൽ അവരുടെ സകല പാപങ്ങളും കഷ്ടങ്ങളും നീങ്ങി പുണ്യങ്ങൾ വന്നു ചേരുമെന്നാണ് ഐതിഹ്യം. ഒരു പ്രദോഷത്തിൽ പങ്കുകൊണ്ടാൽ 1 വർഷം ശിവപൂജ ചെയ്ത പുണ്യവും, ഒരു ശനി പ്രദോഷത്തിൽ പങ്കുകൊണ്ടാൽ 5 വർഷം ശിവപൂജ ചെയ്ത ഫലവും, 120 പ്രദോഷം കണ്ടാൽ മുക്തി എന്നുമാണ് വിശ്വാസം. കോയമ്മേട് കുറ്റാലീശ്വര ക്ഷേത്രത്തിൽ 1 പ്രാവശ്യം പ്രദോഷം ദർശിച്ചാൽ 1000 പ്രദോഷങ്ങൾ കണ്ട ഫലമാണെന്നാണ് പറയുന്നത്. ഏകദേശം 3000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 3 നില രാജഗോപുരത്തോടും വലിയ പ്രകാരങ്ങളോടും കൂടെ ദ്രാവിഡ കെട്ടിട നിർമ്മാണ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രം ആദ്യകാല വിജയനഗര സാമ്രാജ്യ അധിപതി വിദ്യാരണ്യരാൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടതാണെന്നാണ് അനുമാനം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിനരികിൽ ശ്രീശൈലത്തിലേതുപോലെ 5 അടി ഉയരമുള്ള നന്ദി ഭഗവാൻ. ഈ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജാ ദിനങ്ങളിൽ വളരെ തിരക്കാണ്. ഭക്തർക്ക് ടിക്കറ്റ് എടുത്ത് ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യവും ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട്. രാജഗോപുരം കടന്നാൽ ശംഖനിധി പത്നി വസുന്ധരയോടൊപ്പവും പത്മനിധി വസുമതിയോടൊപ്പവും ദർശനം തരുന്നു. അടുത്തായി മരകതാംബിക അമ്മൻ സന്നിധി. ദേവി 4 കരങ്ങളോടെ സിംഹവാഹിനിയായുള്ള പ്രതിഷ്ഠയാണ്. അർദ്ധമണ്ഡപത്തിൽ കർപ്പകവൃക്ഷവും കാമധേനുവും. മരകതാംബികയമ്മൻ സന്നിധിക്ക് മുന്നിൽ വലത് സാളഗ്രാമ ഗണപതിയും ഇടത് 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. അടുത്തായി ഏകപാദ ത്രിമൂർത്തി. മരകതാംബിക അമ്മൻ സന്നിധിക്കരികിൽ രാജരാജേശ്വരി, മഹാലക്ഷ്മി, അന്നപൂർണി ശിലകൾ. കയ്യിൽ കിളിയോടെ ജ്ഞാനദുർഗ. വടക്ക് പ്രകാരത്തിൽ സുബ്രഹ്മണ്യർ വള്ളിദേവയാനി സമേതനായി തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. രാജയോഗം തരുന്ന രാജമാതങ്കി ശിലയും അതിനടുത്തായി ഒരു തുരങ്കപ്പാതയും ക്ഷേത്രത്തിലുണ്ട്. ദമ്പതി സമേതനായി ഭാര്യ താരയോടൊപ്പം ഇരിക്കുന്ന ദക്ഷിണാമൂർത്തി ഭഗവാൻ ദാമ്പത്യ ദക്ഷിണാമൂർത്തി എന്നറിയപ്പെടുന്നു. വ്യാഴാഴ്ചകളിൽ ഈ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ജ്ഞാനം ഇരട്ടിക്കും. സുരുട്ടപ്പള്ളി പള്ളികൊണ്ടീശ്വര ക്ഷേത്രത്തിൽ മൂലവർ വാത്മീകേശ്വരർ സ്വയംഭൂ ശിവലിംഗമായി അരുൾ ചൊരിയുന്നു. ഈ സ്ഥലത്ത് തപസ്സിരുന്ന വാത്മീകി മഹർഷിക്ക് ഭഗവാൻ സ്വയംഭൂവായി ദർശനം കൊടുത്തതിനാലാണ് ഈ നാമം വന്നത്. സന്നിധിക്ക് പിൻവശത്തായി വാത്മീകി മഹർഷിക്ക് സന്നിധിയും ഉൾപ്രകാരത്തിൽ ലവകുശന്മാരുടെ പാദവുമുണ്ട്. എതിരിൽ നന്ദികേശൻ, മുന്നിൽ രാമലിംഗേശ്വരർ പർവ്വതവർദ്ധിനി അമ്മനോടൊപ്പം തനി സന്നിധിയിൽ. അടുത്തുള്ള സന്നിധിയിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ആഞ്ജനേയർ. പ്രധാന കരുവറയിൽ സർവമംഗളാംബികയുടെ മടിയിൽ മയങ്ങുന്ന പള്ളികൊണ്ടീശ്വരർ. ഭഗവാന്റെ കരങ്ങളിൽ ശംഖും മാനുമുണ്ട്. ശിവലിംഗ സ്വരൂപത്തിലല്ലാതെ ശ്രീരംഗം ക്ഷേത്രത്തിൽ രംഗനാഥർ ശയിക്കുന്നത് പോലെ മനുഷ്യരൂപത്തിൽ ശിവഭഗവാൻ ശയിക്കുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമാണിത്. 2.5 അടി ഉയരമുള്ള പീഠത്തിൽ 16 അടി നീളത്തിൽ തെക്കിൽ മംഗളാംബികത്തായരുടെ മടിയിൽ തലവെച്ച് കാലുകൾ വടക്കോട്ട് നീട്ടി ഭഗവാൻ മയക്കത്തിലാണ്ടിരിക്കുന്ന ദൃശ്യം കാണുന്നത് തന്നെ മുജ്ജന്മ പുണ്യം. ഈ ഭഗവാന് അഭിഷേകമില്ല, തൈലക്കാപ്പ് മാത്രമാണ് പൂശുന്നത്. സന്നിധിയിൽ ദേവിയോടൊപ്പം സൂര്യൻ, ചന്ദ്രൻ, നാരദ മഹർഷി, കുബേരൻ, തുമ്പുരു, ബ്രഹ്മ, വിഷ്ണു, സപ്തർഷികൾ, മാർക്കണ്ഡേയർ, ഇന്ദ്രൻ, നന്ദികേശൻ എന്നിവർ. പ്രദോഷ ദിവസം ഈ സന്നിധി ദർശിച്ച് പ്രാർത്ഥിച്ചാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കും. നഷ്ടപ്പെട്ട പദവി, ധനം, മനസമാധാനം, സന്തോഷം വീണ്ടു കിട്ടും എന്നാണ് വിശ്വാസം. ശ്രീ പള്ളികൊണ്ടീശ്വര ശിവക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ വരസിദ്ധി വിനായകർ, പ്രദോഷ നന്ദി, ഭൃഗുമുനി, സപ്തകന്യകകൾ, ജ്വരഹേരേശ്വരർ, ഭൈരവർ, ചണ്ഡികേശ്വരർ, കാശി വിശാലാക്ഷി, വരാഹമൂർത്തി, പതഞ്ജലി മഹർഷി, വ്യാഘ്രപാദർ, വേണുഗോപാലർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ആരണി നദി. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, ശിവരാത്രി, നവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, തിരുവാതിര എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ക്ഷേത്രത്തിൽ ദിനവും രാവിലെ 6 മുതൽ 8 വരെ ഗോപൂജയാണ്. പൂജാ സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 3:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. പ്രദോഷ ദിവസങ്ങളിൽ ക്ഷേത്രം ഇടവേളയില്ലാതെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ചെന്നൈയിൽ നിന്ന് 63 കിലോമീറ്റർ, ഊത്തുക്കോട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ, തിരുവള്ളൂരിൽ നിന്ന് 26 കിലോമീറ്റർ, തിരുപ്പതിയിൽ നിന്ന് 73 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവൊற்றிയൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.